ഞാനിപ്പോൾ കാണാൻ പോകുന്ന വ്യക്തി അത്യാവശ്യം നല്ല ഫേമസ് ആണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം കൊണ്ടും ഏറെ വ്യത്യസ്തനാണ്. അദ്ദേഹം ധരിക്കുന്ന പോലത്തെ വസ്ത്രം അത് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ഒരുപക്ഷെ ലോകത്താർക്കും ഇത്തരത്തിലൊരു വസ്ത്രധാരണം ഉണ്ടാകില്ല. അതെ, ബോച്ചയാണ് ഇന്ന് നമ്മുടെ ഒപ്പം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം വസ്ത്രധാരണമാണ്. വസ്ത്രധാരണത്തിൽ വസ്ത്രധാരണത്തിൽ വ്യത്യസ്തയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് വസ്ത്രം ധരിക്കുന്ന ഒരാൾ വേറെ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇത് സത്യത്തിൽ ഇത് എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്നു. അതിൽ നിന്ന് എൻ്റെ കുറച്ച് ഡിസൈനൊക്കെ ആയി ഈ ഒരു പ്രിൻറ്റും കറുത്ത നൂല് ഇതും അങ്ങനെ ചെറിയ ചെറിയ മിനുക്ക് പണി ഞാൻ ചെയ്തു. പഴയ കാലത്തൊക്കെ ഇങ്ങനെ ഉള്ള വസ്ത്രങ്ങളാണ്, മുണ്ടും ചട്ടയും. അപ്പോൾ അത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ അപ്പാപ്പൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു സ്നേഹത്തിൽ അങ്ങനെ ഇട്ടതാണ്. ഈ ഡ്രസ്സിലല്ലാണ്ട് ബോച്ചനെ കാണുന്നത് വളരെ വേഷം മാറിയൊക്കെ നടക്കുമ്പോഴാണ്. വേഷം മാറിയോ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങൾ, അല്ല ഇപ്പോൾ വല്ല DJ ഡിസ്കോ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഊരിപ്പോയ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് കുറച്ച് ഫിറ്റിങ്സ് ഒക്കെ ആയിട്ട് പോകും, അങ്ങനെയൊക്കെ ആയിട്ട്. ഈ ഡ്രസ്സിൻ്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇപ്പം ഈ പലപ്പോഴും ഇങ്ങനെ പല കിംവദന്തികൾ ഇങ്ങനെ ഉണ്ട്. അതായത് ലക്ഷങ്ങൾ വിലയുള്ള തുണി, ലക്ഷങ്ങൾ ആണ് ഈ ഒരു നമ്മൾ കാണുന്ന അത്രയ്ക്ക് സിമ്പിൾ അല്ല ബോച്ചയുടെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ശരിക്കും എന്താണ് അതിലൊരു യാഥാർത്ഥ്യം? അല്ല, ഇത് വളരെ സിമ്പിൾ ഡ്രസ്സാണ്. പിന്നെ കംഫർട്ടബിൾ ആണ്, കോട്ടൺ ആണ്, അടിയിൽ കോട്ടൺ ആണ്, ഇവിടെ കുറച്ച് ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്. പിന്നെ ഇവിടെ ഇതാ പോക്കറ്റ് ഉണ്ട്, ഫോണൊക്കെ വെക്കാം. എനിക്ക് വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് പോകണില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ കോട്ടൺ കംഫർട്ടബിൾ ആണ്, ഇറ്റ്സ് റിയലി ഗുഡ് എന്നുള്ളതാണ്. ഈ തുണിയൊക്കെ തുണിയൊക്കെ ആക്ച്വലി 2-3 കാറ്റഗറിയിൽ അടുപ്പിക്കും. ഒന്ന് സിമ്പിൾ കോട്ടൺ എടുത്തിട്ട് വളരെ ചെറിയ ഒരു 1000 ഉറുപ്പിക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1000-1500 തീർക്കാം. കുറച്ചും കൂടെ നല്ല മെറ്റീരിയലൊക്കെ എടുത്തിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ 2000-3000 അങ്ങനെയൊക്കെ പല റേഞ്ചിൽ അടുപ്പിക്കാം. ഇതിങ്ങനെ എലാസ്റ്റിക്കാണ്, ഇതാണ്ടില്ലേ, ഇവിടെ എലാസ്റ്റിക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒറ്റയിടലാണ്, ഒരു ബുദ്ധിമുട്ടും എടുക്കലും മുണ്ടെടുക്കലും സാരി എടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. പോക്കറ്റ് ഉണ്ട്, ഇവിടെ സിബ് ഉണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ ചെറുതായിട്ട് ഇത്തിരി ഞെറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇത് സിമ്പിളായിട്ട് ഉള്ളൊരിത്. സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ അപ്പോൾ എങ്ങനെയാണ്? ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എല്ലാവർക്കും അങ്ങനെ പറ്റില്ലല്ലോ. അപ്പം ഇത് വളരെ സിമ്പിളാണ്. ഇത് ഈ ഒരു ചാക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കഴുത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അതുപോലെയുള്ള സംഭവമുള്ളൂ. വളരെ സിമ്പിൾ പരിപാടിയാണ്. എനിക്കാണെങ്കിൽ ഈ മേക്കപ്പ്, മുടി ചെയ്യണ പരിപാടിയില്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. മടിയാണ്, കുളിക്കുക, എടുത്തിടുക, ഏറ്റവും സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അതെ, മടിയും കൂടിയാണ്. പിന്നെ ഇതിൽ ചടങ്ങാം. പലതും വിപണിയിലേക്ക് എത്തിയാണോ? ബോച്ച ഡ്രസ്സും വിപണിയിൽ വരും, ബോച്ച ചട്ടയും കൊണ്ടും വരാണ്ട്. ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട് ബ്ലാക്കും വൈറ്റും പല തരത്തിലാണ്. ഇപ്പം എല്ലാവർക്കും വൈറ്റ് തന്നെ ഇഷ്ടപ്പെടണമെന്നില്ല, ചിലവർക്ക് കറിയുള്ളതായിരിക്കും, ചിലർക്ക് അങ്ങനെ. അപ്പം അങ്ങനെ ഇതിൻ്റെ ഒരു കൺസെപ്റ്റും മുണ്ടും ഇതും അങ്ങനെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നത്. ചോദിച്ചു ഫാൻസിൻ്റെ അടുത്ത് എന്താ പറയാറ്? ചിലവരൊക്കെ എൻ്റെ കയ്യിലുള്ള എടുത്തോണ്ട് പോവും, വാങ്ങിച്ചോണ്ട് പോവും. ഇനിയിപ്പോൾ ഞാൻ ഇറക്കിയിട്ട് തരാം, കച്ചവടമാക്കിയിട്ട് തരാമെന്ന് പറയും. പിന്നെ അങ്ങനെ ചിലവർക്ക് വെറുതെ കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. പതിറ്റാണ്ടുകൾ മുമ്പുണ്ടായിരുന്ന ചട്ടയും മുണ്ടും അത് തൻ്റേതായ രീതിക്ക് മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെ ബോച്ച സ്ഥിരമായി ഉപയോഗിക്കുകയാണ്. ഒരുപാട് ഫാൻസൊക്കെ ഇപ്പോഴും അത് ചോദിച്ച് വരുന്നുണ്ട്, ഈ ഞങ്ങൾക്കും ഇതുപോലെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം ബോച്ചയുടെ ഈ വസ്ത്രവും. ഇനിയിപ്പോൾ ഒരുപക്ഷെ വിപണിയിൽ ഇറങ്ങിയാലും അത്ഭുതപ്പെടാനില്ല. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.